ഞാൻ ഈ പെട്ടിയും കൊണ്ട് എവിടെ പോകുന്നതിന് കൂട്ടുകാർ വിചാരിക്കും എങ്ങും പോകുന്നതല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടോട്ടിരിക്കാം. ഇവിടെ ആകുമ്പോൾ ഒന്ന് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും. ഇത് വന്നിട്ട് എൻ്റെ അച്ഛയുടെ പെട്ടിയാണ്. ഇതിനകത്ത് എന്താ സംഭവം ഉള്ളതെന്ന് കൂട്ടുകാരോട് പറയട്ടെ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഈ സംഭവമായിട്ട് കൂട്ടുകാർ കാണിക്കുന്നത്. ഈ വീഡിയോ എൻ്റെ കെട്ടിയും കാണാൻ എനിക്ക് ചിരി സഹിക്കുന്നില്ല. ഈ വീഡിയോ എൻ്റെ കെട്ടിയും കാണാതിരിക്കട്ടെ. ഓക്കെ, അപ്പം എൻ്റെ കെട്ടിയുടെ പെട്ടിയാണ്. പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ കല്യാണ പെട്ടിയാണ് കേട്ടോ. കല്യാണത്തിന് നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടി കൊണ്ടൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചത്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എടുത്തത്. ആക്ച്വലി ഇത് കണ്ടുപിടിച്ചിട്ട് കുറച്ച് നാളായിരുന്നു, പക്ഷേ എല്ലാം കീറിപ്പോയി. പിന്നെ ഇത് വന്നിട്ട് എങ്ങനായി എന്ന് ചോദിച്ചാൽ ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രണയലേഖനമാണ്. ഈ പ്രണയലേഖനം ഇത് ആരെഴുതിയെന്ന് വെച്ചാൽ ഞാൻ എഴുതിയതാണ്. ഞാൻ എൻ്റെ കെട്ടിയവന് കൊടുത്ത പ്രണയലേഖനമാണ്. പക്ഷെ എൻ്റെ കെട്ടിയവൻ തന്ന പ്രണയലേഖനമൊന്നും എൻ്റെ അടുത്തില്ല. അത് പിന്നെ എന്താ പറ്റി, ഞങ്ങളുടെ വീട്ടിലങ്ങനെ പ്രണയലേഖനം കിട്ടിയ എൻ്റെ അപ്പൻ എന്നെ അന്ന് കത്തിച്ചതിനായിരുന്നു. അതുകൊണ്ട് ഞാനത് തരുന്ന സമയത്ത് തന്നെ വായിച്ചിട്ട് അങ്ങനെ ബാത്റൂമിൽ കൊണ്ട് വെള്ളം ഒഴിച്ച് കളയാൻ കീറി കളയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കത്തിച്ച് കളയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ കെട്ടിയനാണെന്നുണ്ടെങ്കിൽ ഈ ലെറ്ററുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഒരെണ്ണം അല്ലായിരുന്നു, കുറേ ലെറ്റർ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ, ഇങ്ങനെ ഈ ലെറ്റർ എടുത്തിട്ട് പിന്നെ എന്നെ ഓരോന്നിങ്ങനെ വായിച്ചിട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനായിട്ട് ഞാനിത് പിടിച്ച് എടുത്തിട്ട് ഞാൻ കുറേ കിട്ടിയതെല്ലാം കീറിക്കളഞ്ഞു. അവസാനം ഒരേ ഒരു ലെറ്റർ, അത് കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെറ്റർ ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നെ അറിയുന്നത്. അങ്ങനെ ഞാൻ എന്നാ ചെയ്തതെന്ന് അറിയാമോ, ഈ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അന്നേരം ഒരു ഇത് ഫീലായി. എന്താ പറയുന്നത്, നമുക്കൊരു എന്താ ഒരു നൊസ്റ്റോളജി എന്നാ പറയുന്നതിന്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം. ഞാൻ വെച്ചത് ശരി, ഇത് കീറി കളയുന്നില്ല, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ കീറിയില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇതിങ്ങനെ മടക്കിയൊക്കെ വെച്ചിരുന്നത് കൊണ്ട് പിന്നെ ഫുള്ള് കീറിയതാണ്. പക്ഷെ ഞാൻ പിന്നെ ഇത് വായിച്ചിട്ടില്ല. എനിക്കിത് കാണുമ്പോൾ ചിരി സഹിക്കുന്നില്ല. പക്ഷെ ഇത് 30 വർഷത്തെ പഴക്കമുള്ള ലെറ്ററാണ്. പക്ഷെ ഇതിനകത്ത് ഡേറ്റ് എഴുതിയിട്ടില്ല കേട്ടോ. ഡേറ്റ് എഴുതാത്തതുകൊണ്ട് എനിക്ക് ഡേറ്റ് പറയാൻ പറ്റുന്നില്ല. എന്നാൽ കൂടി ഇത് വാലന്റൈൻസ് ഡേക്ക് ഓക്കെ ഇല്ല, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഇല്ല കേട്ടോ. ഞാൻ ഡേറ്റാണ് നോക്കിയത്. ഇത് വായിക്കുമെന്ന് എൻ്റെ കൂട്ടുകാരെ പ്രതീക്ഷിക്കണ്ട, ഞാൻ വായിക്കത്തില്ല. എനിക്ക് ലെറ്റർ കണ്ടപ്പോൾ മുതൽ ഞാനിത് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇതൊരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിനെ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഈ വാലന്റൈൻസ് ഡേക്ക് ഇതെൻ്റെ കൂട്ടുകാരോട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. പക്ഷെ എൻ്റെ കെട്ടിയവൻ ഇത് എന്താ പറയുന്നത്, പൂതം പൊന്നു കാക്കുന്നത് പോലെ കാത്തു വെച്ചേക്കുന്ന സംഭവമാണ്. ഇത് ഞാൻ കുറേ നാളായി ഇത് കണ്ടുപിടിച്ചിട്ട്. പക്ഷേ ഇത് പിന്നെ കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം വെച്ചാൽ മനസ്സ് വരാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറേ വർഷം കഴിയുമ്പോഴായാലും ഞാൻ കൊടുത്ത ആ ഒരു പ്രണയലേഖനം അതിങ്ങനെ എടുത്തിട്ട് എന്നാൽ കൂടി എന്താ പറയുന്നത്, ചെറുതായിട്ടൊക്കെ എൻ്റെ ആദ്യത്തെ ലൈനൊക്കെ ഞാൻ എന്താ എഴുതിയ +1 പഠിക്കുന്ന സമയത്ത് എഴുതിയ ലെറ്ററാണ്. ഓക്കെ, വേണ്ട, വായിക്കുന്നില്ലേ, എനിക്ക് ചിരി സഹിക്കുന്നില്ല. ഈ വീഡിയോ എൻ്റെ കെട്ടിയും കാണാതിരിക്കട്ടെ, ഞാൻ തിരിച്ചിത് അങ്ങനെ വെക്കുകയാണ്. ഓക്കെ, പക്ഷെ ഇത് അത് അന്നത്തെ കുറേ എണ്ണം എന്നെ അങ്ങനെ കളിയാക്കിയ സമയത്ത് ഞാൻ കീറി കളഞ്ഞായിരുന്നു. പക്ഷെ ഇത് കീറി കളയാൻ തോന്നിയില്ല. പക്ഷെ ആ പേപ്പർ ഒരുവിധം മൊത്തത്തിൽ പോയി. കാരണം എൻ്റെ കളറൊക്കെ കണ്ടില്ലേ, 10-30 വർഷം മുമ്പുള്ള പേപ്പറാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അന്നത്തൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വെറുതെ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് കാണിക്കാം. പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. നിങ്ങൾക്ക് വായിക്കാൻ പാടില്ല. ഞാൻ എഴുതിയ പ്രണയലേഖനം നിങ്ങൾ വായിക്കാൻ പാടില്ല. അടുത്തുകൊണ്ട് വരണ്ട കൂടെ. അവൻ അപ്പൂസാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അവൻ ഞാൻ വായിക്കണ്ടെന്ന് പറയുമ്പോൾ അവൻ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ, എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ്, അത്ര കണ്ടാൽ മതി. അവൻ അടുത്തോട്ട് കൊണ്ടുവരും കേട്ടോ.
ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ കെട്ടിയവൻ കാണാതിരിക്കട്ടെ, ഞാൻ തിരിച്ചങ്ങ് വെക്കുകയാണ്. അപ്പം നമ്മൾ ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോൾ ഞാനത് തിരിച്ചടച്ചു വെച്ചു. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തുണിയൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്ന പെട്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിനും ഒരു 28 വർഷത്തെ പഴക്കമല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ആ പെട്ടിയാണിത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് പിന്നെ ഇതെല്ലാം കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയില്ലേ? നിങ്ങളെല്ലാവരും ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചതിൻ്റെ കൂടെ നിങ്ങൾ ചിരിച്ചാണെന്ന് എനിക്കറിയാം. അപ്പം 10-30 വർഷത്തെ പഴക്കമുള്ള പ്രണയലേഖനം നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വല്ല വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇത് നമ്മൾ കയ്യിൽ എഴുതിയ ലെറ്ററാണ്. അതാണ് ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഭദ്രമായിട്ട് ഇരുന്നോട്ട്. പക്ഷേ പേപ്പറൊക്കെ കീറിപ്പോയി. ഇനി വല്ല പിന്നെ എന്താ പറയുന്നത്, ഇത് എന്താ പറയുന്നതിന് ആ പേപ്പറിനെ ഇത് ചെയ്ത് വെക്കത്തില്ലേ, ലാമിനേറ്റ് വല്ലതും ചെയ്ത് വെച്ചാൽ അത് ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പോവും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലായി, ഞങ്ങളുടെ പ്രണയ ദിവസത്തേക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു ലെറ്ററാണ് ഈ പെട്ടിക്കകത്തുള്ളത്. അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ചുമ്മാതെ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടും ഞാനും കുറച്ച് ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം കൊണ്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കണ്ടുവരട്ടെ. ബൈ.